ഒരു അമ്മാമ്മ ചോദിച്ചു എന്ത് ഞങ്ങൾ എവിടുത്തെയാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പുതിയതായിട്ട് വന്നതാണ് ഗൈസ്. അപ്പോൾ ഞാൻ പറയാം അത്രയും പറയും. ഗൈസ് നമ്മളിന്ന് നല്ല ആഘോഷിച്ചു ഗൈസ്. ഇപ്പോൾ ഭയങ്കരമായിട്ട് മഴ പെയ്തു ഗൈസ്. അതുകൊണ്ടാണ് കുളമൊക്കെ നിവർത്തിയിട്ടുള്ളത്. അവരൊക്കെ മുമ്പിൽ കൂടി പോയിക്കോണം ഗൈസ്. അവരൊക്കെ നമ്മളെ ഒറ്റയ്ക്കാക്കി ഗൈസ്. നമ്മളങ്ങ് ഗൈസ് ഇവിടെ ഒരു പൂച്ചൽ കണ്ടില്ല, മൊത്തം കാട് പോലെ ഗൈസ്. ഇപ്പോൾ ഇത്തിരുമ്പോൾ പറഞ്ഞാൽ ഇരുട്ട് കയറും ഗൈസ്. നമ്മൾ കാണിച്ചു തരാം. നമ്മൾ ഇത് ഇരുട്ടിക്കൂടെ പോകുന്നതില്ല ഗൈസ്. ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലെ ഉണ്ട്, ഒരേ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. മൊത്തം സ്പീഡിലൊക്കെ പോകുന്ന വണ്ടികൾ. കേരള ഈസ് ഓൾവേസ് ഗോയിങ് സ്പീഡ് ഓൺലി. ഞങ്ങൾ പോയിട്ടാണ് ഞാൻ സ്പീഡേ ഓടിക്കത്തുള്ളൂ വണ്ടി. എനിക്ക് 12 വയസ്സായിട്ടുള്ളത്. 13, 12, 13, 14, 15 വയസ്സ്, 16, 17, 18 വയസ്സായി എനിക്ക് ലൈസൻസ് കിട്ടും. അതെ, നമ്മൾ ഒരു വണ്ടി ശരി. അവരൊക്കെ ലൈവായിട്ട് കാണും ഗൈസ്. നമ്മളൊക്കെ ലൈവ് കണ്ടുകൊണ്ടിരിക്കും. നമ്മളൊരു വ്ളോഗ് തരാം ഗൈസ്. എന്ത് പറഞ്ഞാലും ഗൈസ് പായി വരും ഗൈസ്. അതിപ്പോൾ മാറ്റാൻ പറ്റത്തില്ല. എന്നോടൊന്ന് ക്ഷമിച്ചാലും സഹകരിച്ചാലും എന്നെ ഇതാണ് ഞാൻ പറഞ്ഞപ്പോൾ. ഇരുട്ട് പ്ലേസ് കുറേ ആൾക്കാർ പോകുന്നുണ്ട് ഇവിടെ. ഇത് റോഡ് സൈഡിൽ നിന്ന് നമ്മൾ കൂടി. അപ്പോൾ ഗൈസ് ദേവു എന്തൊക്കെയോ പറയുന്നുണ്ട് ലൈവിൽ കൂടെ. അവർ നമ്മളെ ഒന്ന് ആഡ് ചെയ്യുന്നില്ല ഗൈസ്. എന്നാൽ ദേവു നീ ഇവിടെ വാ ഗൈസ്. ദേവു നമ്മളോട് മിണ്ടുന്നില്ല ഗൈസ്. ജസ്റ്റ് ഒന്ന് കുറച്ച് വാക്കുകൾ നമുക്ക് വേണ്ടി അവൾ സംസാരിക്കും ഗൈസ്. ഇപ്പോൾ ആ പാണ്ടിപ്പാട സിനിമയിൽ കമോൺ മിസ്റ്റർ കറുപ്പയ്യ സ്വാമി പ്ലീസ് യു സം വേർഡ്. എൻ്റെ അയ്യോ ഗൈസ്, വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അതെന്ത് വേർഡാണ്. പിന്നെ ഗൈസ് നിങ്ങളവിടെ ഒരു കാര്യം പറയാൻ തോന്നുന്നു. ഞങ്ങളെ ഫൈറ്റ് ചെയ്യും ഗൈസ്, ബോക്സേഴ്സ്. അപ്പോൾ ഗൈസ് അമ്മ ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈവ് ഇടുവാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ശരിയാ വീട്ടിൽ എത്താൻ പോകണം ഗൈസ്. വീട്ടിലെത്താറായി ഗൈസ്. നമുക്കൊന്ന് പോകാം ഗൈസ്. അമ്മ ഇപ്പോൾ വ്ളോഗ് എടുത്ത് അമ്മ വീട്ടിൽ എത്തിയാലും നിർത്തത്തോളം തോന്നുന്നു. നമ്മളിപ്പോൾ തന്നെ നിർത്താൻ പോകണം ഗൈസ്. അല്ല ഗൈസ് നമുക്ക് കുറച്ചും കൂടി എടുക്കാൻ വെച്ചാൽ വീട്ടിലെത്താൻ കൊണ്ട് കുറച്ച് നേരം മതിയാണ് ഗൈസ്. നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വണ്ടി പോകാം, ഒറ്റ പോകാം, റോഡൊക്കെ ഉണ്ട്. ജസ്റ്റ് പ്രകൃതി രമണീയമായ സ്ഥലം ആസ്വദിക്കാനും നിങ്ങളെ ആസ്വദിപ്പിക്കാനും ഞങ്ങൾ എടുത്ത വ്ളോഗാണിത്. അതുകൊണ്ട് പറയുന്നത് ഞങ്ങൾ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യണം പ്ലീസ് ഗൈസ്. ഇറ്റ്സ് എ റിക്വസ്റ്റ് ഫ്രം മീ ആൻഡ് ഫ്രം മൈ ഫാമിലി ഗൈസ്. കുറെ അങ്ങനെ ഒറ്റയ്ക്ക് ബോറടി. ചെറിയ ഭൂമിയല്ല വിധിച്ചത്. മൊബൈലിൽ വെള്ളം വരുമെന്ന് പറഞ്ഞാൽ അമ്മനെ വഴക്കുറയുന്നു. അതുകൊണ്ട് നമുക്ക് ബ്ലോഗ് അവസാനിപ്പിക്കാൻ പോകുന്നത്. വീട് ശരിക്കും എത്താറായി ഗൈസ്. ഇപ്പോഴാണ് ഗൈസ്. പിന്നെ ഞാൻ ഹൈദരാബാദിൽ താമസിച്ച് വളർന്നതാണ് ഗൈസ്. എനിക്ക് കേരളത്തിലെ നാടൊന്നും പിടിയില്ല. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഞാൻ കേരളത്തിൽ വന്നപ്പോൾ അവർ ചോദിക്കുമായിരുന്നു എന്ത് നിനക്ക് കേരളമാണ് ഇഷ്ടം തെലുങ്കാനയാണ് ഇഷ്ടം. ഞാൻ പറഞ്ഞു രണ്ടും എന്ന് വെച്ചാൽ നമുക്ക് തെലുങ്കാന മറക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ഇത്രയും ദിവസം താമസിച്ചു. അപ്പോൾ കേരളത്തിനെ മറക്കാൻ പറ്റില്ല. നമ്മൾ ജെയിൻസ് അല്ല ഇവിടെ അല്ലേ. അപ്പോൾ അങ്ങനെ വിചാരിച്ച് രണ്ടും പറയുന്നത്. കാരണം ചില സമയത്തൊന്നും തെലുങ്കാന, ചില സമയത്തൊന്നും കേരളമാണ്. സത്യം പറഞ്ഞാൽ എന്താ ചിലവ് നിങ്ങൾ വരെ കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ തോന്നുന്നു. പക്ഷേ നിങ്ങൾ കേരളത്തിൽ തെലുങ്കാനയിൽ പോയിട്ട് നിങ്ങൾക്ക് തെലുങ്കാന ബാംഗ്ലൂർ കർണാടകയിൽ താമസിച്ചോ. അപ്പോൾ കഴിച്ചാൽ അപ്പോൾ ബിക്കോസ് നമ്മൾ കർണാടകയിൽ എന്ത് ജോബായിട്ട് അമ്മയും പപ്പയും ചെയ്യുന്നില്ല. അമ്മയും പപ്പയുടെ ടീച്ചേഴ്സാണ് ഗൈസ്. സോ ഞങ്ങൾ എന്ത് റീൽസ് എടുക്കാൻ ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങി. ഇൻസ്റ്റാഗ്രാമിൽ അച്ഛൻ്റെയും ദേവുൻ്റെയും അമ്മേനെയും അതിന് പൈസ അത് ഭയങ്കര ഫോളോവേഴ്സ് ഉണ്ട്. ഇല്ലാത്തതറിയാം നമ്മൾ ഇത് അത്രയും റീൽസ് എടുക്കുന്ന ഇഷ്ടമില്ല ഗൈസ്. ഇപ്പോൾ വ്ളോഗ്സ് എടുക്കാൻ ഇഷ്ടമാണ്. ഇപ്പോഴാണ് റിയലായിട്ട് വീടെത്തിയത്. അപ്പോൾ വീട്ടിൽ പോകണത്
അപ്പോൾ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വീഡിയോ അവസാനിപ്പിക്കാൻ പോകണം. അപ്പോൾ ബിക്കോസ് എല്ലാം പോകും ഗൈസ്. ഞാൻ വിചാരിക്കും മഴയൊന്നും ഇല്ലാതെ ഞാൻ കുടയിൽ നിന്ന് വൃത്തി. അപ്പോൾ ഞാൻ കുട മാറ്റപ്പറ്റും ഗൈസ്. ചുമ്മാ ഇങ്ങനെ വൃത്തിയാണ് ഗൈസ്. ശരി ഗൈസ്, ടാറ്റാ ബൈ ബൈ. വീടെത്താറായി ഗൈസ്. ചെറിയ ഭൂമിയല്ല ഗൈസ്. നിങ്ങളൊരു കാര്യം കൂടി, നിങ്ങൾ വേടൻ്റെ ഫാൻസാണോ ഗൈസ്? വേടനെ വേടൻ ബ്യൂട്ടിഫുൾ സിനിമ. അപ്പോൾ ഗൈസ് ബൈ ബൈ. വീടെത്തി ഗൈസ്.